ഹലോ ഗൈസ്, ഐഷൂസ് വേൾഡിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ച കൂടുതലായി. ഇതുവരെയും ഒരു വ്ളോഗ് പോലും ഞാൻ അപ്ലോഡ് ചെയ്തില്ല. കാരണം വേറൊന്നുമല്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കുമല്ലോ ഓൾമോസ്റ്റ് എല്ലാ ഇതിലും കണ്ടുവരുന്നത്. സ്റ്റാർട്ടിങ് ഡേ ഇൻ മൈ ലൈഫ് അതുപോലെയൊക്കെയുള്ള വീഡിയോസാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്തതിൻ്റെ അന്ന് തന്നെ ആയിരിക്കത്തില്ല ഞാനത് അപ്ലോഡ് ചെയ്യുക, ഒരു 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വേറൊന്നുമല്ല ഗൈസ്, വേറൊന്നിനെ പറ്റിയിട്ടുമല്ല. ഇന്ന് ഞങ്ങളുടെ ഒരു യാത്രയാണ് ഞങ്ങൾ വ്ളോഗായിട്ട് എടുക്കാൻ പോകുന്നത്. ട്രിവാൻഡ്രം ടു കൊല്ലം. ട്രിവാൻഡ്രത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ സെറ്റിൽഡായിട്ടിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. എൻ്റെ വീടും ഞാൻ ജനിച്ച് വളർന്നതും ഒക്കെ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും കൊല്ലത്താണുള്ളത്. ഹസ്ബൻഡ് കൊല്ലത്തുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ടെസ്റ്റിൻ്റെ ആവശ്യമായിട്ട് ഹസ്ബൻഡിന് കൊല്ലത്തേക്ക് പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അച്ഛനും അമ്മയും കൂടെ ഒന്ന് കാണാം, കുഞ്ഞിനെ കാണിക്കാമെന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ 2 ദിവസം മുന്നേ തന്നെ പോകുവാണ്. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 6:30 ആയിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഒട്ടും എനിക്ക് വയ്യ ഗസ്, കാര്യം ഫുള്ള് ഇൻഫെക്ഷനായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ എന്നിട്ടും ഞാൻ വ്ളോഗ് എടുക്കുന്നത് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ യാത്രയും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്ക് അവനുണർന്നു, കുഞ്ഞുണർന്നു, അവനവിടെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. കാര്യം എനിക്കെപ്പോഴും എത്ര പേർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും സേഫായിട്ട്. കുഞ്ഞിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ മഴയായാലും വെയിലായാലും ഏറ്റവും സേഫായിട്ട് തോന്നുന്നത് ബസ്സിൽ പോകുമ്പോൾ തന്നെയാണ്. എന്നാൽ ഇത്രയും ദൂരമുണ്ട്, കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും പിടിക്കും യാത്ര. അത്രയും നേരത്തെ ഒരു യാത്രയാണ്. ഇവിടുന്ന് തമ്പാനൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. അവിടുന്ന് പിന്നെ അവിടെ പുനലൂർ കഴിഞ്ഞിട്ടൊരു സ്റ്റോപ്പുണ്ട്, അവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോ പിടിച്ചോ വീട്ടിൽ എത്തേണ്ട ദൂരമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബസ് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പറ്റുന്നത്രയും വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അവിടെ അങ്ങ് എത്തിയതിന് ശേഷം, കൊല്ലത്തെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ തുടങ്ങി അതിൻ്റെ വ്ളോഗ് തന്നെ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളും സംസാരത്തിലായിരുന്നാലും വീഡിയോ എടുക്കുന്നതിലൊക്കെ ആയിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നെക്സ്റ്റ് ടൈം ഞാൻ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും കേട്ടോ. കാര്യം ഫസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതെല്ലാം ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. എൻ്റെ വീഡിയോസ് ഒത്തിരി പേര് കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വ്യൂവേഴ്സ് അത്യാവശ്യം നല്ലപോലെ തന്നെ വ്യൂവേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ യൂട്യൂബ് ചാനലിൽ കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. അത് എത്രത്തോളം എനിക്ക് വർക്കൗട്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലാകുന്ന വിധം നല്ല രീതിയിൽ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനെനിക്ക് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. വേറൊന്നുമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ആൾക്കാരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല ഗൈസ്, ഞാൻ ഭയങ്കരമായിട്ട് ലാഗ് എടുപ്പിക്കുന്നില്ല. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പോകെ ഞാൻ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇറങ്ങുവാണ്, റെഡിയായി, ഫുഡെല്ലാം കഴിച്ചു. ഇപ്പോൾ ചേട്ടൻ കഥകൊക്കെ പൂട്ടി പുറത്തിറങ്ങുവാണ്. അങ്ങനെ ഗൈസ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ തമ്പാനൂരെത്തി. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേക്കും 2 ബസ് കിടപ്പുണ്ടായിരുന്നു. ഒന്ന് മല്ലപ്പള്ളി, ഒന്ന് പാല. അതിൽ പാല ബസ്സിൽ ഓൾമോസ്റ്റ് സീറ്റൊക്കെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മല്ലപ്പള്ളി ബസ്സിലാണ് കയറിയത്. പാല ബസ്സാണ് ആദ്യം എടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 10-25 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് മഴയൊന്നും ഇല്ലാണ്ടിരിക്കണേന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നത്. കാര്യം എന്ന് വെച്ചാൽ പലയിടത്ത് പല കാലാവസ്ഥയാണ്. ചിലയിടത്ത് മഴയുണ്ട്, ചിലപ്പോൾ മഴയില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു ടെൻഷനിലാണ്. അതിനിടയ്ക്ക് 2 പേരും എൻ്റെ ദേഹത്ത് കിടന്ന് നല്ല ഉറക്കമായി ഗൈസ്. ഞാൻ പിന്നെ പണ്ടേ ബസ്സിൽ കിടന്ന് അങ്ങനെ ഉറങ്ങത്തില്ല യാത്ര ചെയ്യുമ്പോൾ. അതിനിടയ്ക്ക് ഞങ്ങൾ വെഞ്ഞാറമൂട് എത്തിയപ്പോഴത്തേക്ക് അവിടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ റൂട്ടിൽ കൂടെയൊക്കെയാണ്, ഇപ്പോൾ റൂട്ട് മാറ്റിയൊക്കെയാണ് ബസ് വിടുന്നത്. നേരത്തെ ഒരിക്കൽ ഇതേ റൂട്ടിൽ കൂടെ തന്നെ ബസ്സിൽ പോയിട്ടുള്ളത് കൊണ്ട് വലിയ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചൊന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് പാടവും അങ്ങനത്തെ ഒരു ആംബിയൻസൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്. പിന്നെ അങ്ങനെ കുറേ വേറെ റൂട്ടിലൂടെയൊക്കെ ബസ് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ മെയിൻ റോഡിലേക്ക് വന്ന് കയറി, ഗോകുലം മെഡിക്കൽ കോളേജിൻ്റെ അതിലെ വന്ന് കയറി. പിന്നെ നല്ല സുഖമായിരുന്നു. അപ്പോൾ ആ കുടുക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ ഉണർന്നല്ല ചിരിച്ചൊക്കെ ഇരിപ്പുണ്ട്. ചേട്ടൻ നൈറ്റൊക്കെ കഴിഞ്ഞിട്ട് വന്നതായതുകൊണ്ട് ആൾക്ക് നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പുനലൂരെത്തി. ഇത് പുനലൂർ ഡിപ്പോയാണ്. പുനലൂരെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അടുത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, ഇത് തൂക്കുപാലമാണ് ഗൈസ്. ഫേമസ് ആയിട്ടുള്ള പുനലൂർ തൂക്കുപാലമാണ്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങിയ ശേഷം ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആൽത്തറയാണ് ഗൈസ്, അമ്മൂമ്മ കൊട്ടാരത്തിലെ ആൽത്തറയാണ്. ഇവിടുത്തെ ഒരു അമ്പലമുണ്ട് അമ്മൂമ്മ കൊട്ടാരം എന്ന് പറഞ്ഞിട്ട്, അവിടുത്തെ ആൽത്തറയാണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീടെത്തിയപ്പോൾ ഒരാളവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അച്ഛൻ, അതായത് കിച്ചണിൻ്റെ അപ്പൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ഗൈസ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴല്ല, ഒന്നാമത് പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് 4 മണി ആയപ്പോഴാണ് വീടെത്തിയത്. ഫുഡ് കുഞ്ഞിനുള്ളത് ഇടയ്ക്ക് ബസ്സിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായതുകൊണ്ട് അവന് വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീടെത്തിയേക്കുവാണ്. ഇപ്പോൾ ഏതാണ്ടൊരു 3-3.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിലെത്തിയേക്കുവാണ്. സമയം ഒത്തിരി വൈകിട്ടുണ്ട്, ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് ഫുഡ് കഴിച്ച് ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.